ശശയോഗം ടീച്ചറെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതാണ് ശനി നമ്മളെ എന്ത് ചെയ്യുമെന്നുള്ളത്. ശനി പേടിപ്പെടുത്തുന്ന ഒരു ഗ്രഹമാണെന്നാണല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. അതെ അതെ. പക്ഷെ ശനിയെ നമുക്കൊരു പ്യൂരിഫിക്കേഷൻ പ്രൊസീജിയറിൽ കൊണ്ടുവരുന്ന ഒരു പ്ലാനറ്റ് ആണ്. നമ്മളെപ്പോഴും എന്താ പറയുക ഡിസിപ്ലിനായിട്ട് കൊണ്ടുവരുന്ന ഒരു പ്ലാനറ്റ് ആണ്. അപ്പോൾ എന്താണ് ശശയോഗം ഒന്ന് പറയാമോ? തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ലാസ്റ്റ് ആയിട്ട് വരുന്നത് വ്യക്തിക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്നതെന്നല്ല, 5ാമത്തെ ഗ്രഹമായിട്ട് ശനിയെ കണക്കാക്കുക. അപ്പോൾ ശനിയെ കൊണ്ട് നിശ്ചയിക്കണ യോഗമാണ് ഈ ശശയോഗം എന്ന് പറയുന്നത്. ശനി ലഗ്ന കേന്ദ്രങ്ങളിൽ ബലവാനായിട്ട് സ്വക്ഷേത്രോച്ചാദികളിലായിട്ട് നിൽക്കുമ്പോഴാണ് ശശയോഗം സംഭവിക്കുക. പൊതുവെ ആളുകൾക്ക് പറഞ്ഞ പോലെ ഭയമാണ് ശനി എന്ന് കേൾക്കുമ്പോൾ. പക്ഷേ അതിന് കാരണമുണ്ട്. ഈ ഗ്രഹങ്ങളെ നമ്മൾ ശുഭഗ്രഹങ്ങളെന്നും പാപഗ്രഹങ്ങളും ഒക്കെ തരംതിരിക്കുന്നുണ്ട്. അതിൽ ശനി പാപഗ്രഹമായിട്ടാണ് കണക്കാക്കുക. മാത്രമല്ല ആള് നമ്മളുടെ ഭൂമിയെ കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ അകലെയുള്ള ഗ്രഹമാണ്. ഈ ശനിഗ്രഹത്തിന് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യാൻ വലിയ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ കക്ഷിയെ പതുക്കെ എത്തുള്ളൂ. ഒരു കേന്ദ്രത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പതുക്കെയേ ആ കേന്ദ്രത്തിലേക്ക് തിരിച്ചെത്തുള്ളൂ. അതുകൊണ്ട് വളരെയധികം സമയമെടുക്കണുണ്ട് എന്നുള്ളതാണ്. ഈ സമയദൈർഘ്യം ശനിയെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വരും. അതുകൊണ്ട് തന്നെ ശനിയുടെ ദശയിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് കണ്ടകശനി ഏകശനി എന്നൊക്കെ പറയുന്ന, അതായത് ശനിയുടെ സ്വാധീനമുള്ള കാലങ്ങളിലോ ശനിയുടെ സ്വാധീനം അധികമുള്ള വ്യക്തികളിലോ, അതായത് മകരം കുംഭ രാശികളിൽ ജനിക്കുക, ശനി കർമ്മത്തിൽ വരിക, അവർക്കൊക്കെ ഒരു പതുക്കെ പോവുക എന്നുള്ളൊരു നയം ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോ അതിന് ഒരു സാവകാശം വരുമ്പോഴേക്കും ആളുകൾക്ക് ക്ഷമ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇത് എന്തായാലും ശനിക്കൊരു പാപത്വം ഉണ്ട്, അതിനെ അവഗണിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും അത് യോഗകാരകനായിട്ട് മാറുമ്പോൾ എപ്പോഴും അത് ഗുണമാണ് ചെയ്യുക. കാരണം കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് സമയമെടുത്ത് പ്രവർത്തിപ്പിക്കും ഈ ശനി. അതുകൊണ്ട് തന്നെ തെറ്റ് പറ്റാൻ സ്വാഭാവികമായിട്ട് അവസരം ഉണ്ടാവില്ല. കാരണം നല്ലോണം ചിന്തിച്ചിട്ടാണ് പ്രവർത്തിക്കുക. ശരിയാണ്. അതുകൊണ്ട് ശനിയെ കൊണ്ടുള്ള ഈ ശശയോഗം വരണ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ശശയോഗമുള്ള ശനിയുടെ ദശയിൽ, ശശയോഗത്തെ ചെയ്യുന്ന ശനി ദശയിൽ, ആ ദശ നീണ്ട ദശയുമാണ്, ശുക്രനോട് അടുത്ത് നിൽക്കുന്നതാണ്. 19 വർഷമുണ്ട് ശനിയുടെ ദശ, നീണ്ട കാലയളവും കിട്ടും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ കിട്ടുന്ന എല്ലാ ഫലവും ഇതിലും ഉണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും, നല്ല കുടുംബം ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. കൂടാതെ കൃഷിയിൽ ഭൂമിയൊക്കെ ഉണ്ടാകും. ഈ സമയത്ത് കൃഷിയിൽ നല്ല താല്പര്യമുണ്ടാകും, പലതരത്തിലുള്ള കൃഷികൾ ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടാകും. പിന്നെ ഈ നീതിന്യായം, അതിനോട് വല്ലാത്ത ക്രേസ് ആയിരിക്കും. അപ്പോൾ എല്ലാം നീതി നോക്കിയിട്ട്, ന്യായം നോക്കിയിട്ട്, ഇപ്പൊ ശുക്രനെ കൊണ്ടുള്ള യോഗത്തിൽ അത്രനെ ഉണ്ടാവണം എന്നില്ല, അതൊന്നും നീതിന്യായം ഒന്നും ഉണ്ടാവണമെന്നില്ല. അത്രയ്ക്കധികം ഇങ്ങനെ അളന്ന് തൂക്കി നോക്കൊന്നുമില്ല. ഇതങ്ങനെയല്ല. ശശയോഗം ചെയ്യുന്ന ശനിയുടെ ദശയിൽ എല്ലാത്തിൻ്റെയും ധർമാധർമ്മങ്ങൾ, ന്യായാന്യായങ്ങൾ, മര്യാദകൾ ഇതെല്ലാം നോക്കിയിട്ട് ഇയാൾ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇരുത്തം വന്ന വ്യക്തിയായിട്ട് ഇയാൾ മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പോലീസിൽ സ്വതവേ കുജനെ കൊണ്ടാണ് പോലീസിൽ, പട്ടാളത്തിൽ, സൈന്യത്തിലൊക്കെ പറയുക. ശശയോഗം ചെയ്യുന്ന ശനിയുടെ ദശയിലും നമ്മൾ ജ്യോത്സ്യന്മാരെന്നെ വിട്ടുപോകുന്ന ഒരു കാര്യമാണത്. ശനിയുടെ ദശയാണ് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും പറയാറില്ല ആ സമയത്ത്. അല്ല, ശശയോഗം ചെയ്യുന്ന ശനിയുടെ ദശയാണ് എങ്കിൽ ആ കാലഘട്ടത്തിൽ പോലീസിലോ പട്ടാളത്തിലോ അതല്ലെങ്കിൽ സൈന്യത്തിൽ ഏതിലെങ്കിലും ഒക്കെ നല്ല പദവിയിൽ, ആദ്യം ചിലപ്പോൾ താഴത്തെ പദവിയിലായിരിക്കും കയറാൻ പറ്റുക. അവിടുന്ന് ഓരോ സ്റ്റെപ്പായിട്ട് കയറി ഏറ്റവും ഉയർന്ന തലത്തിൽ ചെന്ന് നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഈ മഹായോഗത്തിൽ, പഞ്ചമഹാപുരുഷ യോഗത്തിൽ വരുന്ന ശശയോഗത്തിൽ സംഭവിക്കുന്നുണ്ട്. വളരെ പക്വതയാർന്ന നല്ലൊരു വ്യക്തിയായിട്ട് ഇയാൾ മാറുകയാണ് ചെയ്യുന്നത് ശശയോഗം. ടീച്ചറെ, അതായത് ഈ ശശമഹായോഗം അല്ലെങ്കിൽ ശശയോഗം നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സമയങ്ങളിൽ വളരെ പോസിറ്റീവായിരിക്കും. പക്ഷേ ആ സമയത്തല്ലേ ഈ ശനിദശയിൽ ഇത്രയും 19 വർഷം നിൽക്കുന്ന ശനിയിൽ ഏഴരാണ്ട് ശനി, കണ്ടകശനി, ജന്മശനി എല്ലാം ഈ സമയത്ത് കടന്നു പോകുന്നതല്ലേ? ഈ സമയത്ത് ഒരു പക്ഷെ കടന്നു പോയേക്കാട്ടോ. അതിന്റെ ഇടയിൽ ഒരു കണ്ടകശനി വന്നു അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഇതിന് ബാധിക്കില്ലേ? യോഗം ചെയ്യുന്ന
ദശാകാലമാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു കണ്ടകശനി ബാധിക്കുന്നത് പോലെയോ 7.5 ശനി ബാധിക്കുന്നത് പോലെയോ ഒന്നും ബാധിക്കില്ല. ആ സമയത്ത് കുറച്ചധികം ഇപ്പം ജോലിയുടെ ഒരു പ്രൊമോഷൻ പീരീഡ് ആയിരിക്കും. അത് കിട്ടുമോ എന്താ, ഞാൻ പറഞ്ഞല്ലോ, സ്ലോ ആണ്. ശനി എപ്പോഴും പതുക്കെ പോകുന്നയാളാണ്. പ്രൊമോഷൻ, നമ്മളുടെ ഒപ്പമുള്ള ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ കിടന്ന് ആധി പിടിക്കും. പക്ഷേ നമുക്ക് ഡബിൾ പ്രൊമോഷൻ ആയിരിക്കും കിട്ടുന്നത്. ഈ യോഗമുള്ള വ്യക്തിക്ക് കണ്ടകശനിയാണെങ്കിൽ അയാൾക്ക് കിട്ടുമ്പോഴത് ഡബിൾ പ്രൊമോഷൻ ആയിരിക്കും. ആ രീതിയിൽ അപ്പോൾ ഒരു വെയിറ്റിങ്ങിലായിരിക്കും. ആ സമയത്ത് കുറച്ച് ടെൻഷൻ, എന്തായാലും കണ്ടകശനി കാലത്തൊക്കെ ഇത്തിരി ടെൻഷനും ഇത്തിരി കുറച്ച് ഒരു ധനത്തിൻ്റെ ഒരു പോരായ്മയും അത്തരത്തിലുള്ള സംഗതികളെല്ലാം അനുഭവിക്കണം. പക്ഷേ യോഗം എന്ന് പറഞ്ഞാൽ ഈ ശശയോഗമുള്ള ശനിയുടെ ദശയിലാണെങ്കിൽ ഈ ടെൻഷൻ അടിക്കുന്നതൊക്കെ വെറുതെയാണ്. അത് പിന്നെയാണ് മനസ്സിലാവുക. ആ രീതിയിൽ ഇത് ഗുണമായിട്ട് തന്നെ സംഭവിക്കുള്ളൂ. അങ്ങനെ ഒരു ഗുണമാണുള്ളത്. ഇതിൻ്റെ ഇടയിൽ പിന്നെ എപ്പോഴും പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം കണ്ടകശനി അല്ലെങ്കിൽ 7.5 ശനി, ഈ ശനിയുടെ ദശ ഇതെല്ലാം ഒന്നാണെന്നാണ്. അല്ല, കണ്ടകശനിയും 7.5 ശനിയും ഒക്കെ അതാത് കാലഘട്ടത്തിൽ ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുന്നു. ദശാകാലം എന്ന് പറയുന്നത് നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ജനനം നിശ്ചയിച്ചിട്ട് ആ സമയത്തുള്ള ഗ്രഹനില വെച്ചിട്ടാണ് ദശാകാലം മുഴുവൻ കണക്കാക്കുന്നത്. അത് മുഴുവനും പൂർവ്വജന്മം ആണ്. ഈ കണ്ടകശനി ആദികളും എല്ലാം അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും ഇതിനെ നമുക്ക് കുറേയൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. നമ്മളുടെ പ്രയത്നം കൊണ്ട് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി എനിക്ക് കണ്ടകശനി വരാനിരിക്കണു എന്ന് കണ്ടിട്ട് മുൻകൂട്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. മുഴുവനായിട്ടൊന്നും തുടച്ച് നിൽക്കാൻ പറ്റില്ല. എല്ലാം അറിയണമല്ലോ. സുഖങ്ങളും ഒരു ദുഃഖം അറിഞ്ഞാലാണല്ലോ ഒരു സുഖം വരുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇത് സുഖമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ്. ഒരു സിനിമയിൽ നമ്മൾ ജയറാമും ശ്രീനിവാസനും കൂടെയുള്ള ഒരു സിനിമയിൽ എല്ലാ ദിവസവും പാൽക്കഞ്ഞിയാണ്. ഇയാൾക്ക് ഈ പാൽക്കഞ്ഞിയുടെ മഹത്വം അറിയില്ല. അത് മഹത്വം പഠിപ്പിക്കാൻ കൊണ്ടുപോയി. അവന്റെ കണ്ടകശനി സമയത്തായിരുന്നു ജയറാമിന്റെ കൂടെ പോവാ. നട്ടം തിരിഞ്ഞ് ഇവിടെ പാൽക്കഞ്ഞി ഇല്ലേ, പാൽക്കഞ്ഞി പോലും ഇല്ലേന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇയാളുടെ വിചാരം എന്നും പാൽക്കഞ്ഞി പോലെയാണ് ജീവിതം എന്നാണ്. അങ്ങനെയല്ല. അതിന്റെ മഹത്വം അറിയണമെങ്കിൽ അതില്ലാതെ 4-5 ദിവസം കഴിച്ചു കൂട്ടണം. ആ ദിവസങ്ങളെയാണ് നമ്മൾ ദുഃഖം എന്ന് വിളിക്കുന്നത്. അല്ല, ദുഃഖം എന്ന് പറയുന്നത് സുഖത്തിൻ്റെ മുന്നോടിയാണ്. പക്ഷേ ആ സുഖത്തെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ദുഃഖത്തിൽ കൂടി കടന്നു പോകാനുള്ള ശക്തി, ഈ ദുഃഖത്തിൽ അമർന്ന് അവിടെ വീണ് പോവരുത്. ഈ ദുഃഖത്തിൽ നിന്നും കടന്നു പോവാനുള്ള എനർജി നമുക്കുണ്ടാകണം. ആ എനർജി തരുന്നത് നമ്മുടെ ഉപാസന, പ്രാർത്ഥന, നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി വിശേഷം, നമ്മുടെ അച്ഛനമ്മമാരോടുള്ള ആ ഒരു സ്നേഹവും ഭക്തിയും കടപ്പാടും, മനുഷ്യരോട് കാണിക്കുന്ന ആർദ്രതയും കരുണയും, ഇതിൽ നിന്നൊക്കെയാണ് ഈ എനർജി വരേണ്ടത്. അല്ലാതെ കുറേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ദുഃഖത്തെ കടന്നു പോകാനുള്ള എനർജി ഒന്നും വരാൻ പോണില്ല. ഞാൻ കുറേ ജ്യൂസ് കുടിക്കാം, നടക്കില്ല. ജ്യൂസ് കുടിച്ച് അവിടെ ഇരിക്കുക, കുറേ ഷുഗർ വരുത്തുക, അല്ലാണ്ട് ഇത് കടന്നു പോകാനുള്ള എനർജി നമ്മളുടെ പുണ്യമാണ്. എന്തായാലും സന്തോഷം. കാരണം ഈ പറയുന്ന ശശയോഗത്തിനകത്ത് ശശയോഗ അനുഭവമുള്ളവർക്കാണെങ്കിൽ ഈ ശനിയുടെ പല ഘട്ടങ്ങളും നമ്മളെ ബാധിക്കുമെങ്കിൽ തന്നെയും അതിൻ്റെ റിസൾട്ട് ഭയങ്കര കൂടുതലായിരിക്കും. ഇതിൻ്റെ ദോഷവശങ്ങൾ കാഠിന്യം വളരെ കുറവായിരിക്കും. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യം എന്താ പറയുക, ഒരു അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിന് ജ്യോതിഷന്മാർ ശശയോഗമുണ്ടെന്ന് പറഞ്ഞാലും ഇവർ പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ പറഞ്ഞു കൊടുത്ത് കുറച്ചുകൂടെ ആൾക്കാരെ ബോധവൽക്കരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേടി മാറി ശനിയെ നമ്മൾ വളരെ എന്താ പറയുക സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടു മുന്നേറും. ശനി എന്ന് പറയാൻ പേടിയാണല്ലോ പൊതുവെ. കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ആളുമാണ്. നമ്മൾ തീർത്തും അതിനെങ്ങനെ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ അങ്ങനെ പറയണ്ട. കുറച്ച് ശ്രദ്ധയോടെ, അതായത് ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വേണ്ട കാലഘട്ടമാണ്. പ്യൂരിഫിക്കേഷൻ. നമ്മൾ ഇടപെടുന്ന ആളുകളിലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന യാത്രയിലായാലും നമ്മളുടെ ജോലി സ്ഥലത്തായാലും നമ്മളെപ്പോഴും അലർട്ടായിട്ടിരിക്കേണ്ട ഒരു കാലമാണെന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ശനിയുടെ കാലം. നമ്മൾക്ക് അത് മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ്റെ കാലം, ജീവിത പഠനകാലമാണ് ഈ ശനി സ്വാധീനിക്കുന്ന കാലം. ആ കാലത്ത് പഠിച്ചിരിക്കും ജീവിതം. അത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ജോലിയുടെ ആണെങ്കിലും ഒരു ട്രെയിനിങ് പീരീഡ് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മളായിട്ട് നല്ലോണം വലിക്കും. അതിനേക്കാളും വലിയ ട്രെയിനിങ് പീരീഡ് ആണ് ഭൂമിയിൽ നമ്മൾ സപ്ലൈ കോഴ്സ് എടുത്ത് വന്നേക്കുന്ന അതന്നെ. അപ്പൊ ആ ഒരു ട്രെയിനിങ് പീരീഡ് എപ്പോഴും കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവണം. പക്ഷെ ആ കഷ്ടപ്പാടിൽ നിന്നും
വരുന്ന റിസൾട്ട് നന്നാക്കുക എന്നുള്ളതാണ്. അതെ അതെ ഈ എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ടകശിനി കാലം കടന്നു പോയി കഴിയുമ്പോഴേക്കും അവർ അടുത്ത ഒരു സ്റ്റെപ്പ് നല്ല ഹൈയിലായിരിക്കും വെക്കുന്നത്. ഈ സമയത്തൊരു പാഠം ഉൾക്കൊള്ളണം, അല്ലാണ്ട് അതിനെ എങ്ങനെയോ കഴിച്ചുകൂട്ടി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്കൊന്നും നേടാനില്ല. അതിൽ നിന്ന് കിട്ടുന്ന പാഠത്തിനെ മനസ്സിൽ വെച്ചിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് പുതിയ ഒരു യാത്ര തുടങ്ങുക. അങ്ങനെയാണ് ഇതിനൊക്കെ യോഗം വേണം. അതെ അതെ അതെ. ഈ പറയുന്ന ശശയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു യോഗം നമുക്ക് വരണമെന്നുള്ള. അപ്പൊ നിരന്തരം നമ്മൾ എന്താ പറയുക, ചെറിയൊരു അസുഖം വന്നാൽ ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അതുപോലെ ചെറിയൊരു വിഷമം വരുന്നതിന് മുൻപ് നല്ലൊരു ജ്യോതിഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു ഹെൽത്തി കോൺവെർസേഷൻ അവിടെ ചോദിക്കുക, മനസ്സിലാക്കുക. ഒരു പ്രശ്നമില്ലെങ്കിലും പോവുക. ഒരു 100 രൂപ ദക്ഷിണ അല്ലെങ്കിൽ 500 രൂപ ദക്ഷിണ നമ്മൾ ഒരു മാസം സമ്പാദിക്കുന്നതിന്റെ പല ഭാഗങ്ങൾ പല കാര്യങ്ങൾക്ക് മാറ്റിവെക്കുന്നുണ്ട്. അതിൽ ഒരു ദൈവജ്ഞന് വേണ്ടി ഒരു 500 രൂപ മാറ്റിവെച്ചേ അതൊരു അനുഗ്രഹമാണ്. ഒരു കമേഴ്ഷ്യലല്ല ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് ഒരു ജ്യോതിഷന്മാരെ പ്രൊമോട്ട് ചെയ്യാനുമല്ല. പക്ഷെ അവിടെ തിരിച്ചറിവുണ്ടാവും. നിരന്തരം സമ്പർക്കം കൊണ്ട് നമ്മളിലേക്ക് അദ്ദേഹത്തിന് വരുന്ന ഇഷ്ടം പല സംഭവങ്ങളും പറഞ്ഞു തരും. മാത്രമല്ല, ഞാൻ വിചാരിക്കാറുണ്ട് പലപ്പോഴും നമ്മളുടെ അടുത്ത് എത്തുന്ന ആളുകളുടെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ, ഈ അടുത്തൊരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയും കൊണ്ട് അമ്മ വന്നിരുന്നു. ശരിക്കും എനിക്കൊരു എമ്പതിയാണ് ഉണ്ടാവുക, നമുക്കൊരു എമ്പതി ഉണ്ടാവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രാർത്ഥിച്ചു പോകും, ആ കുട്ടിക്ക് നല്ലത് തന്നെ വരണേ ഈശ്വര, ആ കുട്ടി ആഗ്രഹിക്കുന്ന കോഴ്സ് കിട്ടണേ. ഈ പറഞ്ഞ പോലെ ഈ ഒരു 2-3 മാസത്തിന്റെ ഉള്ളിൽ സംഭവിച്ചതാണ്. ഇതൊക്കെ കഴിഞ്ഞ് പോയി. എപ്പോഴും എൻ്റെ മനസ്സിൽ അതുണ്ട്, ആ കുഞ്ഞൊന്ന് രക്ഷപ്പെടണേ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആ കുട്ടിയുടെ അമ്മ വിളിച്ചു, ഓക്കെ ആയി, ഞങ്ങൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്, അന്തർജനത്തിനെ കാണാൻ വരുന്നുണ്ട്, മോള് പ്രത്യേകം പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നും കൂടി വരുന്നുണ്ട്, പൂർണ്ണത്രയീശനെയും കാണുന്നുണ്ട്. ഇതാണ് പൂർണ്ണത്രയീശനെ ആ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളുടെ പരിപാടികളൊക്കെ. അപ്പോൾ പൂർണ്ണത്രയീശനെയും കാണുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്തർജനത്തിനെയും കണ്ടോളാം. അതൊക്കെയാണ് നമുക്കൊരു, അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയും കൂടി നമ്മളിലേക്ക് എത്തും. അതെ അതെ, സന്തോഷം. അവരുടെ മനസ്സ് സന്തോഷമായാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു ബ്ലെസ്സിങ്സ് വേറെയാണ്. എന്തായാലും ഈ പറയുന്ന യോഗങ്ങൾ, പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എല്ലാവർക്കും അറിയാൻ ഭാഗ്യമുണ്ടാവട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.